ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കോൺഗ്രുവൻസ് മോഡുലോ എൻ, അതേപോലെ ഇൻറ്റിജേഴ്സ് മോഡുലോ എൻ എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എന്താണ് കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എൻ, അതേപോലെ എന്താണ് ഇൻറ്റിജേഴ്സ് മോഡുലോ എൻ എന്ന് പറയുന്നത്. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. എന്താണ് അതൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മുന്നത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ ദയവ് ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം ഈ പറയുന്ന വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവൈസേഴ്സ് ഓഫ് സീറോ ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിറൈവ് ചെയ്യുകയെല്ലാം ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എ എൻ ഇൻറ്റു ബി എൻ ഈസ് ദ സെയിം ആസ് എ ബി മോഡ് എൻ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ഇവിടെ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതും പിന്നെ കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എൻ എന്താണെന്നൊക്കെ ഡെഫിനിഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിവൈസേഴ്സ് ഓഫ് സീറോയും ഇൻവേഴ്സസും പ്രത്യേകിച്ച് ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡിവൈസേഴ്സ് ഓഫ് സീറോ എന്താണ് എന്നുള്ളതാണ്. സപ്പോസ് എ എൻ എന്ന് ഞാൻ പറയുന്നത് കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് എൻ ആണ്. അപ്പോൾ എ എൻ എന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാ പ്രാവശ്യവും കോൺഗ്രുവൻസ് ക്ലാസ് പറയാൻ സാധിക്കാത്തത് കൊണ്ട് എ എൻ എന്നേ പറയുന്നുള്ളൂ. സപ്പോസ് എ എൻ ബി എ മെമ്പർ ഓഫ് ഇസഡ് എൻ എന്ന് പറയുന്നത് ഇൻറ്റിജർ ക്ലാസ് മോഡ് എൻ ആണ്, ഇൻറ്റിജേഴ്സ് മോഡുലോ എൻ ആണ്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതാണ്. അപ്പോൾ എ എൻ എലമെൻറ്റ് ഓഫ് സെഡ് എൻ ഇഫ് എ എൻ ഇൻറ്റു ബി എൻ ഈക്വൽ ടു 0 n for some non-zero congruence class bn of zn, then bn is called a divisor of 0. അല്ലെങ്കിൽ an and bn are called divisors of 0. മറ്റു ബുക്കുകളിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. an and bn are called രണ്ടിനെ divisors of 0 എന്ന് പറയും. അപ്പോൾ an എന്ന് പറയുന്നത് zn-ിലത്തെ ഒരു എലമെൻ്റ് ആണ്. Z5 എന്ന് Z3 എന്താണ്, Z2 എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ZN-ിലത്തെ ഒരു മെമ്പറാണ് AN എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്. അപ്പോൾ BN എന്ന് പറയുന്നത് വേറൊരു കോൺഗ്രുവൻസ് ക്ലാസ് ആണ്. ZN-ിലെ തന്നെ വേറൊരു മെമ്പറാണ് BN എന്ന് പറയുന്നത്. അതിൽ ഈ ഡെഫിനേഷനിൽ പ്രത്യേകത പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ നിലയ്ക്ക് BN എന്ന് പറയുന്നത് ZN-ിൽ തന്നെ വേറൊരു മെമ്പറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an into bn equal to 0n, an into bn, congruence class an into congruence class bn equal to congruence class 0n, where b is non-zero. b എന്ന് പറയുന്നത് bn എന്ന് പറയുന്നത് ഒരു non-zero congruence class ആണ്. For some non-zero congruence class bn, then a and b are called divisors of 0. In particular, നിങ്ങളുടെ ടെക്സ്റ്റിലെ bn is called divisor of 0 എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള എക്സാമ്പിൾ ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ. അതാണ് ഡിവൈസർ ഓഫ് 0. അതായത് രണ്ട് നോൺ സീറോ എലമെൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. അതാണ് അതിൻ്റെ വേറൊരു തരത്തിൽ ഗ്രൂപ്പിൽ വേറെ തരത്തിൽ പറയുന്നുണ്ട്, ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷനിൽ വേറെ തരത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വേറെ തരത്തിൽ പറയാം. പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പം എന്താണെങ്കിലും ഒരു ഡിവൈസർ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ കോൺഗ്രുവൻസ് ക്ലാസ് ബി എൻ, നോൺ സീറോ കോൺഗ്രുവൻസ് ക്ലാസ് ബി എൻ സച്ച് ദാറ്റ് എ എൻ ഇൻറ്റു ബി എൻ ഈക്വൽ ടു 0n എന്താണെന്നുള്ള എക്സാമ്പിൾ പറഞ്ഞു തരാം. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഡെഫിനേഷൻ. രണ്ടാമത്തെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് ഇൻറ്റിജറുകളിൽ അല്ലെങ്കിൽ നമ്പറുകളിലൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/2 ആണ്. 2 × 1/2 ഈക്വൽ ടു 1. റെസിപ്രോക്കൽ. അപ്പോൾ 2 × 1/2 ഈക്വൽ ടു 1, 3 × 1/3 ഈക്വൽ ടു 1, 4 × 1/4 ഈക്വൽ ടു 1. അപ്പോൾ 1/4 എന്താണ്? 4ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/2, 1/2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2. അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഇൻറ്റിജറുകളല്ല, കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എന്നാണ്. ഇഫ് an element of Zn and bn element of Zn be two congruence classes. Zn എന്ന് പറഞ്ഞാൽ ഒരേ ഇൻറ്റിജർ മോഡുലോ എന്നിലുള്ള രണ്ട് ക്ലാസ്സുകളാണ് an and bn. If an into bn equal to 1n, if a congruence class an into congruence class bn equal to 1 into n, then bn is called the multiplicative inverse of an, and vice versa ഞാൻ എഴുതിയിട്ടുണ്ട്. തിരിച്ചും പറയും, bn anൻ്റെ ഇൻവേഴ്സ് ആണെന്നും an bnൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്നും പറയുന്നു. പ്രൊവൈഡഡ് എന്ത് സംഭവിക്കണം? കോൺഗ്രുവൻസ് ക്ലാസ് an into കോൺഗ്രുവൻസ് ക്ലാസ് bn should be കോൺഗ്രുവൻസ് ക്ലാസ് 1n. അപ്പോൾ ആദ്യത്തേത് 0n ആണ്. ബി നോൺ സീറോ ആണെങ്കിൽ an ഇൻറ്റു ബി എൻ ഈക്വൽ 0n ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് 0 ആണ്. രണ്ടാമത്തേത് an ഇൻറ്റു ബി എൻ, എ കോൺഗ്രുവൻസ് ക്ലാസ് an ഇൻറ്റു കോൺഗ്രുവൻസ് ക്ലാസ് ബി എൻ ഈക്വൽ ടു കോൺഗ്രുവൻസ് ക്ലാസ് 1n.
അപ്പോൾ Bn എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസ് An എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. ഡെഫിനിഷൻ ഒന്നും മനസ്സിലാവില്ല, നമുക്ക് എക്സാമ്പിൾ ചെയ്യാം, അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ Bn എന്ന് പറയുന്ന An മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് An ഇൻവേഴ്സ് ഈക്വൽ ടു Bn. തിരിച്ചും പറയാം Bn ഇൻവേഴ്സ് ഈക്വൽ ടു An. അത് പ്രത്യേകം ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല, അത് ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻ ദിസ് കേസ് കോൺഗ്രൻസ് ക്ലാസ് An ഇസ് കോൾഡ് ആൻ ഇൻവെർട്ടിബിൾ എലമെൻറ്റ് ഓഫ് Zn. അപ്പോൾ An എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസ്, ആ ക്ലാസ് എന്താണ്? An എന്ന് പറയുന്ന Znലത്തെ എലമെൻറ്റ് എന്താണ്? അതിനെ നമ്മൾ ഇൻവെർട്ടിബിൾ എലമെൻറ്റ് എന്ന് പറയും. Bn എന്ന് പറയുന്ന എലമെൻറ്റിനെ An മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിട്ടും നമ്മൾ കണക്കാക്കും. എന്താണ് കണ്ടീഷൻ? എന്താ വരേണ്ടത്? കോൺഗ്രൻസ് ക്ലാസ് An ഇൻറ്റു കോൺഗ്രൻസ് ക്ലാസ് Bn ഈക്വൽ ടു കോൺഗ്രൻസ് ക്ലാസ് 1n. അങ്ങനെ വരുമ്പോൾ Bn എന്ന് പറയുന്ന An മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ A എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ്? ഇൻവെർട്ടിബിൾ എലമെൻ്റ് ആണ് എന്ന് പറയും. 0 എന്ന് പറയുന്ന എലമെൻറ്റ് റിയൽ നമ്പർ ഇൻവെർട്ടിബിൾ അല്ല, 1/0 ഡിഫൈൻഡ് അല്ല. പക്ഷേ 2 ഈസ് ഇൻവെർട്ടിബിൾ, 1/2 ആണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 3 ഈസ് ഇൻവെർട്ടിബിൾ, 1/3 ആണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷേ ഇവിടെ നമ്പറുകളല്ല, കോൺഗ്രുവൻസ് ക്ലാസ് എലമെൻറ്റുകളാണ്. എന്താണെന്നുള്ളത് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഡെഫിനിഷനായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഇത് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കമ്പയർ ചെയ്യുന്നത് സാധാരണ ഒരു ഇൻവേഴ്സ് ആയിട്ടാണ്. അപ്പോൾ അത് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് 1 കിട്ടണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തത്. കുറച്ച് ഡിഫറൻ്റ് ആണ്, കാര്യങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. അത് പ്രോബ്ലങ്ങളും നമുക്ക് ചെയ്യാം. സോ വിൽ ഡു ദ ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ആൾ ദ ഇൻറ്റിജർ ക്ലാസ് മോഡുലോ 6z6. ഫൈൻഡ് ആൾ ഡിവൈസേഴ്സ് ഓഫ് 0 in z6 ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ്. പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലേ, 0 എലമെൻറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ 6z6 എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. കൂടാതെ അതിലുള്ള 0 ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 0, പല ബുക്കുകളിലും 0 ഡിവൈസേഴ്സ്, 0 റിങ് പഠിക്കുമ്പോഴൊക്കെ 0 ഡിവൈസേഴ്സ് എന്നാണ് പറയുക. ഇവിടെ ഡിവൈസേഴ്സ് ഓഫ് 0 രണ്ടും സെയിം തന്നെയാണ്. 0 ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 0 Z6 ഡിവൈസേഴ്സ് ഓഫ് 0 കണ്ടുപിടിക്കണം. കൂടാതെ Z6 ഏതൊക്കെ എലമെൻറ്റുകൾ ഇൻവെർട്ടിബിൾ ആണ്, ആ എലമെൻറ്റുകളും അതിൻ്റെ ഇൻവേഴ്സുകളും കണ്ടുപിടിക്കണം. കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം, നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൽ ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഇൻറ്റിജർ ക്ലാസ് മോഡുലോ 6z6. Z6 ഏതെല്ലാം എലമെൻറ്റുകളുണ്ട്? ഇൻറ്റിജർ ക്ലാസ് മോഡുലോ 6z6 അതിൽ എന്തെല്ലാം എലമെൻറ്റുകളുണ്ടെന്ന് നോക്കണം. അതിൽ 0 ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 0 ഏതൊക്കെയാണെന്ന് നോക്കണം. അതിൽ ഏതൊക്കെ എലമെൻറ്റുകൾ ഇൻവെർട്ടിബിൾ ആണെന്ന് നോക്കണം. അതിൻ്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ആദ്യം Z6ലത്തെ എലമെൻറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓർക്കുക, A6 equal to set of all x such that x minus a is divisible by 6. നമ്മളെ കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ അതിൻ്റെ ഡെഫിനിഷനാണ്. എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വന്നിട്ടുണ്ടാവുക? an കോൺഗ്രുവൻസ് ക്ലാസ് an മോഡുലോ a mod n equal to set of all x such that x minus a is divisible by n എന്നായിരിക്കും അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ടാവുക. ഡിവിസിബിൾ ബൈ n അല്ല, x is congruent to a mod n എന്നാണ്. അതായത് x minus a is divisible by n. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ x കോൺഗ്രുവൻറ്റ് ടു a mod n എന്നാണ് അവിടെ ആ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടും സെയിം തന്നെയാണ്. അതായത് x മൈനസ് a is divisible by n അല്ലെങ്കിൽ x is congruent to a ആയിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള mod n കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റുകളുടെ കളക്ഷനാണ് ഈ an എന്ന് പറയുന്ന x സെറ്റ് ഓഫ് ഓൾ x. ഈ പറയുന്ന a എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ n. അപ്പോൾ ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 6 ആണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. Z6 അപ്പോൾ 6 ആണ്. അപ്പോൾ A6 ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് x such that x minus a is divisible by 6 അല്ലെങ്കിൽ x is congruent to a mod 6. രണ്ടും കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആകുന്നില്ല. ഈ പ്രോബ്ലങ്ങളിൽ മുഴുവൻ ഞാൻ ഈ ഒരു ഡെഫിനിഷൻ, ഇതാണ് സ്കീമാണ് ഫോം ഉപയോഗിക്കുന്നത്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എയുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള അണ്ടർ മോഡ് 6 എയുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളുടെ കളക്ഷനാണ് an എന്ന് പറയുന്നത്. അപ്പോൾ A6 എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ x such that x minus a is divisible by 6. A6 is set of all x minus x such that x minus a is divisible by 6. ഡെഫിനിഷൻ ഓർക്കുക. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ Z6 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. Z6 ആദ്യം 06 കോൺഗ്രുവൻസ് ക്ലാസ് 0 മോഡ് 6 06 കോൺഗ്രുവൻസ് ക്ലാസ് 0 എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കോൺഗ്രുവൻസ് ക്ലാസ് കറസ്പോണ്ടിങ് ടു 0 അല്ലെങ്കിൽ വെറുതെ 0 എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞാലും അത് അണ്ടർസ്റ്റുഡ് ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ 0 എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 0 മോഡ് 6 ആണ്. അങ്ങനെ ഇത്രയും നീട്ടി പറയുമ്പോൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അതിന് വെറുതെ 0 എന്ന് പറയുന്നത്. അപ്പോൾ 06 അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് എന്താണ്? 06 ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ എക്സ് such that x minus 0 is divisible by 6. ഇവിടുത്തെ അതേപോലെ തന്നെയാണ് A6 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് x such that x minus a is divisible by 6. അപ്പോൾ 06 എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് x such that
ഇവിടെ a6 ആകുമ്പോൾ x minus a. 0, 6 ആകുമ്പോൾ set of all x such that x minus 0 is divisible by 6. അതായത് set of all x such that x is divisible by 6. x minus 0 x തന്നെയാണല്ലോ. അപ്പോൾ set of all x such that x is divisible by 6. അതായത് 6ന്റെ മൾട്ടിപ്പിളുകളുടെ കളക്ഷനാണ്. x is divisible by 6. set of all x such that x is divisible by 6. set of all x minus 0 ആണ്. set of all x such that x minus 0 ആണ്. x minus 0 x തന്നെയാണ്. അപ്പോൾ അത് വരുന്നത് -18, -12, -6, 0, 6, 12, 18 എക്സെട്ര. ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഈ എലമെൻറ്റുകളിലൊക്കെ പ്രത്യേകത എന്താണ്? they are all divisible by 6. x minus 0, -18, -0, that is -18 divisible by 6 ആണ്. -12, -0, -12 തന്നെയാണ്. അത് divisible by 6 ആണ്. ഇതിലത്തെ ഓരോ എലമെൻറ്റും -0 എടുത്തു കഴിഞ്ഞാൽ അത് എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. they are all divisible by 6. അപ്പോൾ ഇതെല്ലാം തന്നെ 0, 6 എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസ്, 0ൻ്റെ കോൺഗ്രൻസ് ക്ലാസ്സിൽ 0 എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസ് മോഡ് 6ൽ വരും. അതാണ് ആദ്യത്തെ കോൺഗ്രൻസ് ക്ലാസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z6 ആണെന്ന് ഓർക്കണം. എല്ലാ കോൺഗ്രൻസ് ക്ലാസ്സുകളുടെയും കളക്ഷനാണ് Z6 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് 1, 0 കഴിഞ്ഞാൽ പിന്നെ 1 ആണ്. 1 എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസ് മോഡ് 6, 1, 6 എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഡെഫിനിഷൻ പ്രകാരം? set of all x such that a6 എന്ന് പറഞ്ഞാൽ set of all x such that x minus a. അപ്പോൾ ഇവിടെ 1, 6 എന്ന് പറഞ്ഞാൽ set of all x such that x minus 1 is divisible by 6. set of all x such that x minus 1 is divisible by 6. 1, 6 കോൺഗ്രൻസ് ക്ലാസ് ഓഫ് 1 മോഡ് 6 എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന അല്ലെങ്കിൽ 1, 6 എന്ന് പറയുന്ന കോൺഗ്രൻസ് ക്ലാസ് set of all x such that x minus 1 is divisible by 6. അപ്പോൾ എന്താണ് വരിക? ഞാൻ എളുപ്പവഴി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 0 കിട്ടിക്കഴിഞ്ഞാൽ അതിന് 0, 6 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 1, 6ലേക്ക് വരുന്ന വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിലത്തെ ഓരോ എലമെൻറ്റിനോട് കൂടെ 1 അങ്ങ് ആഡ് ചെയ്താൽ മതി. എളുപ്പത്തിൽ അതാണ് ചെയ്യാൻ മീൻസ് പെട്ടെന്ന് കിട്ടാനായിട്ടല്ലേ, സംശയം വരണ്ട. ഊഹിച്ചെടുക്കാൻ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ എളുപ്പവഴി ഒന്ന് പറഞ്ഞു തന്നു മാത്രമേ നോക്കുക. അപ്പോൾ വരുന്നത് എന്താ വരിക? -17, -11, -5, 1, 7. അതായത് ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ -17, ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ -11, ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ -5, 0നോട് 1 ആഡ് ചെയ്യുമ്പോൾ 1, 6 ആണ്. അപ്പോൾ 1, 7, 13, 19 അതാണ് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1, 6 എന്ന് പറഞ്ഞാൽ set of all x is that x minus 1 is divisible by 6. x minus 1 ഇവിടെ -17, -1, -17, -1 എന്താ? -18 ആണ്. അത് divisible by 6 ആണ്. -11, -1, -12 ആണ്. അത് divisible by 6 ആണ്. -5, -1, -6, -5, -1 is -6. that is again divisible by 6. ഓരോ എലമെൻറ്റ് -1 എന്ന് പറയുന്നത് 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതാണ് കോൺഗ്രൻസ് ക്ലാസ് 1 മോഡ് 6 എന്ന് പറയുന്നത്. ഡെഫിനിഷൻ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 0 മോഡ് 6 എന്ന് പറയുന്നത് set of all x such that x minus 0 is divisible by 6. 1 മോഡ് 6 എന്ന് പറയുന്നത് set of all x such that x minus 1 is divisible by 6. അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒന്നങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മോഡ് 6 ആവും. 2 മോഡ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ പ്രകാരം set of all x such that x minus 2 is divisible by 6. x minus 2 is divisible by 6. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക. ഈ തൊട്ട് മീതെ 1ൻ്റെ കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ എലമെൻറ്റുകളുടെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ വരുന്നത് -17 കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ -16, -10, -4, 1ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 2, 7ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 8, 13, 14, 19ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 20 അങ്ങനെ. അപ്പോൾ ഇതാണ് 2, 6 കോൺഗ്രൻസ് ക്ലാസ് ഓഫ് 2 മോഡ് 6 എന്ന് പറയുന്നത്. set of all x such that x minus 2 is divisible by 6. നോക്കൂ -16, -2, -18 ആണ്, ഡിവിസിബിൾ ബൈ 6 ആണ്. -10, -2, -12 ആണ്, ഡിവിസിബിൾ ബൈ 6 ആണ്. ഇതിലത്തെ ഓരോ എലമെൻറ്റിൽ നിന്നും -2 സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ -2 ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടിയത് 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇതാ -16, -2, -18 ആണ്. -10, -2, -18 ആണ്. -12 ആണ്, അത് ഡിവിസിബിൾ ബൈ 6 ആണ്. -4, -2, -6 ആണ്, ഡിവിസിബിൾ ആണ്. 2 - 2 എന്താണ്? 0, ഡിവിസിബിൾ ബൈ 6 ആണ്. 8 - 2, 6, ഡിവിസിബിൾ ബൈ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 1, 6 കിട്ടി. ഇതിനോടുകൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2, 6 കിട്ടി. ഇതേപോലെ തന്നെ 3, 6, 4, 6 ആൻഡ് 5, 6 വരെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് വരിക. ഓരോന്നും പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ വെറുതെ സമയം പോകും. അപ്പോൾ ഇതിൻ്റെ ഈ എലമെൻറ്റുകളുടെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3, 6 കിട്ടും. ഇത് 2, 6 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3, 6 ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ചിന്തിക്കാൻ സംശയമാണെങ്കിൽ 0ൻ്റെ കൂടെ ഇതിലത്തെ ഓരോ എലമെൻറ്റിൻ്റെയും കൂടെ 3 ആഡ് ചെയ്താൽ മതി. അങ്ങനെയും ചെയ്ത് നോക്കാം. 3 ആഡ് ചെയ്യുമ്പോൾ 3, 6 ആയി. 1 ആഡ് ചെയ്യുമ്പോൾ 1, 6 ആയി. 2 ആഡ് ചെയ്യുമ്പോൾ 2, 6 ആയി. കോൺഗ്രൻസ് ക്ലാസ് 2 മോഡ് 6 2 ആഡ് ചെയ്യുമ്പോൾ. കോൺഗ്രൻസ് ക്ലാസ് 3 മോഡ് 6 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഫസ്റ്റ് 0ൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ 3 അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ -15, ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ -9, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ -15. ഏത് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം.
ഞാനിത് ഐറ്ററേറ്റീവായിട്ട് ചെയ്തേ ഉള്ളൂ, നേരിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. -15, -9, -3, 3, 9, 15, 21 അങ്ങനെ പോകുന്നു. ഇതിൻ്റെ കൂടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എക്സ് -15 -3, അതായത് എക്സ് -3 -15 -3 ഈസ് -18 ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പോൾ ഇതാണ് കോൺഗ്രുവൻസ് ക്ലാസ് 3 mod 6. ഇതേപോലെ 4 mod 6ഉം 5 mod 6ഉം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. ഈ എഴുതിയിരിക്കുന്നതാണ്. സൂം ചെയ്ത് നോക്കുക. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പ്രോബ്ലങ്ങളെല്ലാം കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ, കുറേ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കുക. ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണുക. ലാൻഡ്സ്കേപ്പ് മോഡിൽ കണ്ടിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഈ ഭാഗം മാത്രം സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. വീഡിയോൻ്റെ സൈസും സമയവും ഒക്കെ പരിമിതികളാണ് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ 0, 1, 2, 3, 4, 5 ഇതെല്ലാത്തിനെയും കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 6 കിട്ടി. ഇനി ചെയ്ത് നോക്കി അറിയാം നിങ്ങൾക്ക് 6 mod 6 ചെയ്ത് നോക്കിയോളൂ. 6 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ അതേ ക്ലാസ് തന്നെ കിട്ടുക. 0, 6 തന്നെയാണ് കിട്ടുക. 7, 6 ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ക്ലാസ്സാണ് കിട്ടുക. 1, 6 ആണ് കിട്ടുക. 8, 6 ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ 2, 6 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കൂടിയുള്ള കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 6 ഏതെല്ലാമാണ്? ഏത് എണ്ണം മാത്രമേ ഉള്ളൂ? 0, 6, 1, 6, 2, 6, 3, 6, 4, 6, 5, 6 അങ്ങനെ 6 എന്താ പറയുക കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 6 ഉള്ളൂ. അപ്പോൾ ഇൻറ്റിജർ മോഡ് 6 എന്താണ്? ഓൾ ഇൻറ്റിജർ മോഡ് 6 ഇതെല്ലാം കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ എന്തായി? Z6 ആയി. Z6 എന്ന് പറഞ്ഞാൽ എന്താ വരിക? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടില്ല, വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതാം. Z6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z6 = 0, 1, 2, 3, 4, 5 ഇതെല്ലാം നമ്പറുകളല്ല, അതെല്ലാം തന്നെ എന്താണ്? കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 6 ആണ്. 0 എന്ന് പറഞ്ഞാൽ 0 mod 6 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 mod 6 ആണ്. അതൊരു കോൺഗ്രുവൻസ് ക്ലാസ് ആണ്. അതിൽ കുറേ എലമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റിജർ ക്ലാസ് മോഡ് 6 എന്ന് പറയുന്നത്. ഇൻറ്റിജർ ക്ലാസ് മോഡിലോ 6 Z6 എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഫൈൻഡ് ദി ഇൻറ്റിജർ ക്ലാസ് മോഡ് 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറായി. ഇനി എന്താ വേണ്ടത്? ഡിവൈസേഴ്സ് ഓഫ് 0 കണ്ടുപിടിക്കണം. അതായത് 2 നോൺ സീറോ എലമെൻറ്റുകളെ Z6ൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 0, 6 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടണം. ചെയ്ത് നോക്കിയാൽ അറിയാം. അവിടെ നോക്കി നോക്കിയാൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ക്ലാസ് 2 mod 6 × 3 mod 6 നമ്മുടെ പഴയ ഈ പ്രോപ്പർട്ടി പ്രകാരം AN × BN is ABN എന്നുള്ള പ്രോപ്പർട്ടി പ്രകാരം എന്താണ്? 2, 6 × 3, 6 is 6, 6. 6, 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6, 6 ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുക. 6, 6 എന്ന് പറയുമ്പോൾ set of all x such that x minus 6 is divisible by 6. Set of all x such that x minus 6 is divisible by 6. അതാണ് ഈ 6 കിട്ടിയത്. 2, 6 × 3, 6 ആണ്. കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 2 × കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 3 mod 6 ആണ്. അപ്പോൾ 2, 6 × 3, 6 എന്ന് പറയുന്നത് 6 ആണ്. That is set of all x such that x minus 6 is divisible by 6. ഏതാ എലമെൻറ്റുകൾ വരെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. x minus 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ കിട്ടിയത് 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. നോക്കൂ -12 -6 -18 ആണ്. ഡിവിസിബിൾ ബൈ 6 ആണ്. -6 x -6 again it is divisible by 6. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സെട്രാ -12 -6 0 6 12 എക്സെട്രാ. അതായത് ഇതേ ക്ലാസ് ആണ് കിട്ടുക. അതാ ഈ 0, 6 ആണ് കിട്ടുക. 0, 6. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കൂ. which is 0, 6. അപ്പോൾ 2, 6 × 3, 6 കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 2 mod 6 × കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 3 mod 6 ഈസ് ഇതാണ് കിട്ടുന്നത്. പക്ഷെ അതെന്ത് തന്നെയാണ്? 0 mod 6 ആണ്. അപ്പോൾ 2ഉം 3ഉം എന്തായി? 2 and 3 ആർ ഡിവൈസേഴ്സ് ഓഫ് 0. ഇനിയും ഇതേപോലത്തെ എലമെൻറ്റുകൾ Z6ലുണ്ട്. 3 × 4 3 6 × 4 6 3 6 × 4 6 എന്ന് പറഞ്ഞാൽ 12 6 ആണ്. That is set of all x is that x minus 12 is divisible by 6. 12 6 എന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷൻ പ്രകാരം 12 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all x such that x minus 12 is divisible by 6. ഇതാ ഇവിടെ നോക്കൂ. അപ്പോൾ എഴുതുമ്പോൾ x minus 12 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഈ സെറ്റാണ് വരിക. -18 -12 -30 ആണ്. ഡിവിസിബിൾ ബൈ 6 ആണ്. -12 -24 that is divisible by 6. -6 -12 that is -18 divisible by 6. അപ്പോൾ ചെയ്ത് വരുമ്പോൾ എന്ത് തന്നെയാണ് കിട്ടുക? എക്സെട്രാ -18 -12 -6 0 6 ഇതേത് തന്നെയാണ് കിട്ടുക? 0 6 തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് 0 6. അപ്പോൾ 3ഉം 4ഉം എന്ത് തന്നെയാണ്? 3 4 എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രുവൻസ് ക്ലാസ് ആണ്. കോൺഗ്രുവൻസ് ക്ലാസ്സുകളാണ് ഇവിടെ ഈ സിറ്റുവേഷനിൽ. 3 എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചില സിറ്റുവേഷനിൽ അതിങ്ങനെ എല്ലാ പ്രാവശ്യവും കോൺഗ്രുവൻസ് പറയാൻ പഠിച്ചിട്ടാണ്. 2ഉം 3ഉം ഡിവൈസേഴ്സ് ഓഫ് 0 ഇൻ Z6 ആണ്. 3ഉം 4ഉം ഡിവൈസേഴ്സ് ഓഫ് 0 ഇൻ Z6 ആണ്. കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ 6ഉം ഇൻറ്റീജർ ക്ലാസ് മോഡുലോ 6ഉം മറന്നു പോകരുത്. ആ 6ന്
പ്രത്യേകതയുണ്ട്. Z6ലെ 0 ഡിവൈസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 3ഉമാണ്, അതേപോലെ 3ഉം 4ഉമാണ്. ഇനി വേറെ വല്ല 0 ഡിവൈസേഴ്സ് ഉണ്ടോ? വേറെ 0 ഡിവൈസേഴ്സ് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടില്ല. ഈ 2, 3, 4 എലിമെൻറ്റുകളാണ് 0. 2 and 3 ആർ ഡിവൈസേഴ്സ് ഓഫ് 0, 3 and 4 ആർ ഡിവൈസേഴ്സ് ഓഫ് 0. അപ്പോൾ ഇതാണ് അതിൻ്റെ 0 ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് 0 ഓഫ് Z6 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഫൈൻഡ് ദ ഡിവൈസേഴ്സ് ഓഫ് 0. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് കണ്ടുപിടിക്കണം. അതും നമുക്ക് ചെയ്ത് നോക്കാം. എന്താ 1 × 6 × 1 × 16 × 16 ഈക്വൽ ടു 1 × 1 16 തന്നെയാണ്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ നോക്കൂ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? an × bn = 1n. അപ്പോൾ 16 × 16 is again 16. അപ്പോൾ 1 എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇത് ഗ്രൂപ്പിലൊക്കെ വീണ്ടും പഠിക്കും, അത് അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് കടക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ ഇങ്ങനെയാണ് പറഞ്ഞു പോയിട്ടുള്ള ആ സ്കീമിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 16 × 16 is again 16. അത് അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സിൽ നോക്കി അറിയാം 1ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? 1 തന്നെയാണ്. അതേപോലെ തന്നെയാണ് 16 × 16 = 16. അപ്പോൾ കോൺഗ്രുവൻസ് ക്ലാസ് 16ൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് അല്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ ഉദ്ദേശിച്ചത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതെന്ത് തന്നെയാണ്? 16 തന്നെയാണ്. ഇനി വേറെ എലമെൻറ്റുകൾക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2നും 3നും 4നും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഈ ഇക്വേഷൻ ഈ സംഭവം an × bn = 1n സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. 2, 3, 4 മൂന്നിനും പറ്റില്ല. അങ്ങനത്തെ those elements does not have multiplicative inverses. ചെയ്ത് നോക്കിയാൽ അറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് ഇൻ Z6. അത് അപ്പോൾ they are not invertible. അപ്പോൾ 2, 3, 4 കോൺഗ്രുവൻസ് ക്ലാസ് 2, കോൺഗ്രുവൻസ് ക്ലാസ് 3 mod 6, കോൺഗ്രുവൻസ് ക്ലാസ് 4 mod 6 ഇതൊന്നും തന്നെ ഇൻവെർട്ടിബിൾ അല്ല. they are not having multiplicative inverses in Z6. ഇനി 5 ആണുള്ളത്. 5 ഇതാ ഈ ലാസ്റ്റ് ക്ലാസ് 5 mod 6 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയറിയാം. 5 6 × 5 6 is 25 6. 25 6 എന്ന് പറഞ്ഞാൽ set of all x such that x minus 25 is divisible by 6. set of all അപ്പോൾ 5 6 × 5 6 ഈക്വൽ ടു നമ്മൾ ഈ പ്രോപ്പർട്ടി പ്രകാരം that is 25 6. 25 മോഡുലോ 6 ആണ്. 25 ക്ലാസ് കോൺഗ്രുവൻസ് ക്ലാസ് 25 mod 6 ആണ്. അതായത് set of all x such that x minus 25 is divisible by 6. x such that x minus 25 is divisible by 6. അതാണ് ഈ ഡെഫിനിഷന് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ 25 6 അല്ലെങ്കിൽ 5 6 × 5 6 ഈക്വൽ ടു 25 6 ഈക്വൽ ടു set of all x such that x minus 25 is divisible by 6. അത് ഏത് സെറ്റാണ് വരിക? നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. -17 -11 -5 -17 -25 is -42. That is divisible by 6. -11 -25 is -36. That is also divisible by 6. ഇനി -5 -25 x -25 അല്ലേ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ -5 -25 is -30. That is also divisible by 6. അപ്പോൾ ഇതാണ് ഇത് വരുന്നത് 5 6 × 5 6 എന്ന് പറഞ്ഞ ഈ ക്ലാസ് ആണ്. ഇതെന്താണ് നോക്കൂ. -17 -11 -5 17 ഇവിടെ നോക്കി അറിയാം. -17 -11 -5 17 16 എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പോൾ 5 congruence class 5 mod 6 into congruence class 5 mod 6 is congruence class 1 mod 6. അപ്പോൾ 5യുടെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? അല്ലെങ്കിൽ കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 5യുടെ ഇൻവേഴ്സ് എന്താണ്? കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 5 തന്നെയാണ്. അപ്പോൾ Z6ലെ ഡിവൈസേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 4 3 ആണ്. 2ൻ്റെ 0 ഡിവൈസേഴ്സ് 3 2ൻ്റെ നമ്മളിവിടെ ചെയ്ത് നോക്കിയ പോലെ 2 × 3 0 വരുന്നുണ്ട്, 3 × 4 0 വരുന്നുണ്ട്. അപ്പോൾ 2 3 4 ഇതാണ് ഡിവൈസേഴ്സ് ഓഫ് 0 ആയിട്ട് വരിക. ഇൻവെർട്ടിബിൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 1 തന്നെയാണ് ഇൻവെർട്ടിബിൾ, അതിനെ ഇൻവേഴ്സ് ഉള്ളൂ. പിന്നെ 5ഉം 1ഉം 5ഉം ആണ് ഇൻവെർട്ടിബിൾ എലമെൻറ്റ്സ്. 1ൻ്റെ ഇൻവേഴ്സ് 1ഉം 5യുടെ ഇൻവേഴ്സ് എന്താണ്? 5ഉം തന്നെയാണ്. അപ്പോൾ ഇതാണ് Z6ൻ്റെ അവസ്ഥ. നൗ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇത്രയും തന്നെ സമയമെടുക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇതാണ് ഫൈൻഡ് ദ ഇൻറ്റിജർ ക്ലാസ് മോഡുലോ 7 Z7. ഇതേപോലെ തന്നെ ഇൻറ്റിജർ ക്ലാസ് മോഡുലോ 7 Z7. ഫൈൻഡ് ആൾ ഡിവൈസേഴ്സ് ഓഫ് 0 ആൻഡ് ഇൻവേഴ്സസ് ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ്. നോൺ സീറോ എലമെൻറ്റുകൾക്ക് ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻറ്റിജർ ക്ലാസ് മോഡുലോ 7 കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇൻറ്റിജർ ക്ലാസ് മോഡ് 7 കണ്ടുപിടിക്കുന്നത് Z7 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് A7കളാണ്. ഇവിടുത്തെ പോലെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് Z6 കിട്ടുക. എല്ലാം കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ Z6 ആയി. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ Z7 ആയി. അപ്പോൾ A7 ഈക്വൽ ടു A7 നമ്മൾ ഇപ്പോൾ ഈ ഡെഫിനിഷനാണ്. AN എന്ന് പറഞ്ഞാൽ അത് എന്നിൻ്റെ സ്ഥാനത്ത് 7 ആവും. അപ്പോൾ A7 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x such that x minus a is divisible by 7. Set of all x such that x minus a is divisible by 7.
an equal to set of all x is z x minus a is divisible by n. an. അപ്പോൾ a7 എന്ന് പറഞ്ഞാൽ set of all x is z x minus a is divisible by 7. Congruence class mode 7. നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ 0 1 2 3 up to 5 നമ്മൾ ചെയ്ത് നോക്കി. ഇവിടെ കൂടെ ഇതുവരെ എങ്ങനെ ചെയ്യണം? അപ്പം 0 1 2 3 up to 6 വരെ ചെയ്ത് നോക്കണം. ഒരു നിമിഷം ഇത് ഇവിടുത്തെ അതേപോലെ തന്നെയാണ്. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 0 7 എന്ന് പറയുന്നത് set of all x z x minus 0 is divisible by 7. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 7. 0 7 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 7. നിങ്ങൾ സ്വയം കുറേ പ്രോബ്ലം ചെയ്താലേ അത് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് ഈ പ്രോബ്ലംസ് ചിലത് മാത്രമേ എനിക്ക് വീഡിയോയിൽ പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. പിന്നെ അത്രയും സമയം നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 0 7 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് x z x minus 0 is divisible by 7. അതായത് കളക്ഷൻ ഓഫ് x z x is divisible by 7. That is set of all multiples of 7. അതായത് -21 -14 -7 0 7 14 21 അങ്ങനെ പോകുന്നു. അതാണ് 0 7. 1 7 ഫോർമുലയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 7 കിട്ടാൻ എളുപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ 1 അങ്ങ് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് 0 7ൻ്റെ കൂടെ 1 അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കൂ, -20 -13 -6 1 8 15 22 -20 -13 -6 1 ആഡ് ചെയ്യുമ്പോൾ 1, പിന്നെ 7 + 1 8 14 + 1 15 21 + 22 ഇതെല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഇതിൽ നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കും. -20 -1 -21 ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 7. അപ്പോൾ അതാണ് 1 7 എന്ന് പറയുന്നത്. ഇതേപോലെ 2 7 3 7 4 7 5 7 and 6 7 ഇതിൽ നിന്ന് 2 7 കിട്ടാൻ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടും. ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 7 കിട്ടും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് ഇവിടുത്തെ അതേപോലെ തന്നെയാണ് 0 7 1 7 2 7 3 7 4 7 5 7 and 6 7 എല്ലാം വരിക്ക് ഇതേപോലെ ഈ ഒന്ന് സൂം ചെയ്ത് നോക്കുക. ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാം ഈ ഫോർമുല വെച്ച് അങ്ങ് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. മനസ്സിരുത്തി അത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടി. നൗ 7 7 അടുത്ത് ഇതുവരെ എത്തി. 6 7 എത്തി. 7 7 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടുക. 8 7 എടുത്തു കഴിഞ്ഞാൽ 1 7 ആണ് കിട്ടുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എണ്ണം കൂടിയതാണ് Z7. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ Z7 എന്താ വരിക? Z7 ഈക്വൽ ടു Z7 ഈക്വൽ ടു 0 1 എക്സെട്ര അപ് ടു 6. ഇതെല്ലാം കോൺഗ്രുവൻസ് ക്ലാസ് ആണ്. അപ്പോൾ Z7 എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസ് ക്ലാസ് മോഡ് 7, കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 0, കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 1, കോൺഗ്രുവൻസ് ക്ലാസ് ഓഫ് 2 മോഡ് 7, 3 മോഡ്സ്, കോൺഗ്രുവൻസ് ക്ലാസ് 3 മോഡ് 7 ഇതെല്ലാം. അപ്പോൾ Z7 എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 വരെയാണ് Z7 വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫൈൻഡ് ദ ഇൻറ്റിജർ ക്ലാസ് മോഡ് ലോ 7, അതായത് Z7 കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടത്? ഫൈൻഡ് ആൾ ഡിവൈസേഴ്സ് ഓഫ് 0 ഡിവൈസേഴ്സ്. ഇവിടുത്തെ പോലെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. Z7 ഹാസ് നോ ഡിവൈസേഴ്സ് ഓഫ് 0. Z7ൽ 0 ഡിവൈസേഴ്സ് ഇല്ല. Z6ൽ 0 ഡിവൈസേഴ്സ് കിട്ടി, 2 3 4 ആണ്. പക്ഷേ Z7ൽ എന്തില്ല? 0 ഡിവൈസേഴ്സ് ഇല്ല. നിങ്ങൾക്ക് 2 നോൺ സീറോ എലമെൻറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 0 കിട്ടുകയില്ല. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം 2 നോൺ സീറോ എലമെൻറ്റുകളുടെ പ്രൊഡക്റ്റ് ഒരിക്കലും 0 വരില്ല. അപ്പോൾ Z7 ഹാസ് നോ ഡിവൈസേഴ്സ് ഓഫ് 0. Z7 ഹാസ് നോ ഡിവൈസേഴ്സ് ഓഫ് 0. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. Z7ൽ 0 ഡിവൈസേഴ്സ് ഇല്ല. പിന്നെ അടുത്ത് വേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ Z7. Z7ലെ നോൺ സീറോ എലമെൻറ്റുകളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഒബ്വിയസ്ലി 1 ഇൻവേഴ്സ് ഇസ് 1 ഇറ്റ് സെൽഫ്. ഇവിടുത്തെ പോലെ തന്നെയാണ്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ കിട്ടും. അപ്പോൾ 1 ഇൻവേഴ്സ് ഇസ് 1. ഇനി അടുത്ത 2 ആണ്. 2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. നോക്കൂ, 2 7 × 4 7. 2 7 × 4 7 is 8 7. 8 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all x is that x minus 8 is divisible by 7. 8 2 n into bn is abn. അപ്പോൾ 2 7 × 4 7 is 2 × 4 8 7. That is set of all x is that x minus 8 is divisible by 7. x minus 8 is divisible by 7 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് വരിക. -13 -8 -21 divisible by 7 ആണ്. -6 -8 -14 divisible by 7 ആണ്. 1 - 8 is -7 divisible by 7 ആണ്. 8 - 8 0 is divisible by 7. അപ്പോൾ 8 7 എന്ന് പറയുന്നത് ഈ കോൺഗ്രുവൻസ് ഈ ക്ലാസ് ആണ്. ഈ ക്ലാസ് പറഞ്ഞാൽ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ? -13 -6 1 8 15 -13 -6 1 8 15. അപ്പോൾ ദാറ്റ് ഈസ് 1 7. അപ്പോൾ 2 7 × 4 7 is 8 7. ദാറ്റ് ഈസ് 1 7. 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അങ്ങനെയും ഓർക്കാം. 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഇതിങ്ങനെ എഴുതി നോക്കണമെന്നൊന്നുമില്ല. ഒന്നും കൂടെ എളുപ്പവഴി ഞാൻ പറഞ്ഞു തരികയാണ്. ഇവിടെ അത് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം. 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25. 25നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. അപ്പോൾ ദാറ്റ് ഈസ് 1 6 വന്നു. ഇവിടെ അതേപോലെ തന്നെയാണ്. 2 × 4 is 8. 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 1 7 ആണ്. ഇങ്ങനെ എഴുതി വരുമ്പോൾ 1 7 കിട്ടും.
എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഉപയോഗിക്കണമെന്നില്ല, ഈ പ്രോപ്പർ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്താലും മതി. ഇനി അപ്പോൾ 2ഉം 4ഉം എന്താണ്? ദേ ആർ മ്യൂച്വലി ഇൻവേഴ്സസ്. 2 ഇൻവേഴ്സസ് 4 ആൻഡ് 4 ഇത് കോൺഫിഡൻസ് ക്ലാസ് ആണ്. 2 ഇൻവേഴ്സസ് 4 ആൻഡ് 4 ഇൻവേഴ്സസ് 2. ഇനി ഇൻവെർട്ടിബിൾ എലിമെൻറ്റുകൾ ഉണ്ടോ നോക്കാം. 3 × 5 3 7 × 5 7 15 7 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡർ 1 ആയിരിക്കും. പക്ഷേ ഇത് ഈ ഡെഫിനിഷൻ പ്രകാരം അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 7 തന്നെയാണ് കിട്ടുക. ഈ ക്ലാസ് തന്നെയാണ് കിട്ടുക. ഈ 1ൻ്റെ അതേ ക്ലാസ് തന്നെയാണ് ഇവിടെയും കിട്ടുക. സെറ്റ് ഓഫ് ഓൾ എക്സ് such that x minus 15 is divisible by 6. അതായത് ഇതിലത്തെ ഓരോ എലമെൻറ്റും -13 -15 is -28 that is divisible by 6. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻസ് അങ്ങനെയാണത് ചെയ്യേണ്ടത്. എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. 3 × 5 15 ആണ്. 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 1 ആണ് കിട്ടുക. റിമൈൻഡർ 1 ആണ് കിട്ടുക. റിമൈൻഡർ 1 ആണ് കിട്ടുക. അപ്പോൾ 1 7. അങ്ങനെയും ചെയ്ത് നോക്കാം. അത് എളുപ്പപ്പണിയാണ്, ചെയ്ത് നോക്കണമെന്നില്ല. ഈ ഡെഫിനിഷൻ പ്രകാരം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 3 and 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത് ഇൻ Z7. അപ്പോൾ 3 and 5 ആർ മ്യൂച്വൽ ഇൻവേഴ്സസ്. 3 ഇൻവേഴ്സ് is 5. Inverse of congruence class 3 is in congruence class 5. Inverse of congruence class 5 is congruence class 3. അപ്പോൾ അതാണ് അടുത്ത ഇൻവെർട്ടിബിൾ എലിമെൻറ്റുകൾ. ഇനി അപ്പോൾ ഏതൊക്കെയായി? 1 ഇൻവെർട്ടിബിൾ ആണ്, 2ഉം 4ഉം ഇൻവെർട്ടിബിൾ ആണ്, 3ഉം 5ഉം ഇൻവെർട്ടിബിൾ ആണ്. ഇനി ഏത് എലമെൻറ്റാണ് ബാക്കിയുള്ളത്? ഈ 6 ആണ് ബാക്കിയുള്ളത്. 6 ഇൻവെർട്ടിബിൾ ആണോ നോക്കാം നമുക്ക്. 6 × 6 36 ആണ്. 36നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ കിട്ടുക. അപ്പോൾ നോക്കൂ, 6 × 6 ഈ ഫോർമുല വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ സെറ്റ് തന്നെയാണ് കിട്ടുക. സെയിം സെറ്റാണ് കിട്ടുക. നിങ്ങൾക്ക് 6 × 6 36. That is when divided by 7 leaves the remainder 1. അപ്പോൾ 6 × 7 × 6 7 is 1 7. അത് ഓർക്കണ്ട. ഇവിടുത്തെ പോലെ 3 7 × 5 7 is 15 7. That is remainder 1 വരും. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 1 7 ആയി. ഇവിടെ 6 × 6 36. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയി. അപ്പോൾ 1 7 വന്നു. അത് എളുപ്പപ്പണി. ഇനി വളഞ്ഞ ശരിക്കുള്ള ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 6 7 × 6 7 = 36 7 = set of all x such that x minus 36 is divisible by 7. x minus 36 is divisible by 7. അപ്പോൾ ഇതേ ഈ ഇതിലത്തെ ഓരോ സംഖ്യയും സബ്ട്രാക്ട് 36 എല്ലാം തന്നെ divisible by 7 ആയിരിക്കും. ഇവിടെ നോക്കിയറിയാം. -6 - 36 is -42 divisible by 7 ആണ്. 1 - 36 1 - 36 is 35 -35 that is divisible by 7. അപ്പോൾ അതാണ് 1 7. അപ്പോൾ 6ഉം ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻവെർട്ടിബിൾ എലിമെൻറ്റുകൾ? 1 2 3 4 5 6. ഇതിലത്തെ എല്ലാ എലിമെൻറ്റുകളും Z7ത്തെ എല്ലാ എലിമെൻറ്റുകളും എന്താണ്? ഇൻവെർട്ടിബിൾ ആണ്. എല്ലാത്തിനും ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. Z7ൽ 0 ഡിവൈസേഴ്സ് ഇല്ല. പക്ഷേ Z7ലെ എല്ലാ നോൺ സീറോ എലിമെൻറ്റുകളും എന്താണ്? ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഷോർട്ടായിട്ട് ഇവിടെ അടിയിൽ എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് പ്രോബ്ലങ്ങളിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് Z7 ഹാസ് നോ ഡിവൈസേഴ്സ് ഓഫ് 0. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തതല്ല, നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കി. Z7 ഹാസ് നോ ഡിവൈസേഴ്സ് ഓഫ് 0 കിട്ടില്ല. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഡിവൈസേഴ്സ് ഓഫ് 0 കിട്ടില്ല. ചെയ്ത് നോക്കാം. ആൾ നോൺ സീറോ എലിമെൻറ്റ്സ് ഓഫ് Z7 ഹാവ് ഇൻവേഴ്സസ്. Z7ലെ എല്ലാ എലിമെൻറ്റുകൾക്കും ഇൻവേഴ്സ് ഉണ്ട്. അത് രണ്ടാമത്തെ ഒബ്സർവേഷൻ. മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്താണ്? ഇൻ Z6 0 ഡിവൈസേഴ്സ് ആർ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് പ്രൈം ടു 6. ചെയ്ത് നോക്കിയാൽ അറിയാം. ഇവിടെ വിച്ച് ആർ നോട്ട് പ്രൈം ടു 6. Z6ലെ 6നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പറുകൾ ഏതാണ്? Z6ലെ 6നോട് പ്രൈം അല്ലാത്ത നമ്പറുകൾ ഏതൊക്കെയാണ്? 2 3 4. അത് തന്നെയാണ് ഇവിടുത്തെ 0 ഡിവൈസേഴ്സ് വന്നിട്ടുള്ളത്. കണ്ടോ? 2 3 4 they are all divisors of 0. In Z6 0 divisors are those elements that are not prime to 6. 6നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പറുകളൊക്കെ എന്തായി? 0 ഡിവൈസേഴ്സ് ആയി. 2 3 and 4 they are not prime to relatively prime to 6. They are all 0 divisors. ഒരു കൺക്ലൂഷൻ കൂടിയുണ്ട്. Only elements prime to 6 have inverse. 1നെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. 1 തൽക്കാലത്ത് നോക്കേണ്ട. Only elements prime to 6 have inverses. 5 and 6 are relatively prime. 5ന് ഇവിടെ ഇൻവേഴ്സ് ഉണ്ട്. 5 തന്നെയാണ് ഇൻവേഴ്സ്. അപ്പോൾ Z7ൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? 7 ഒരു പ്രൈം നമ്പറാണ്. ആ Z7ലെ എല്ലാ സംഖ്യകളും 7നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. 7 പ്രൈം നമ്പറാണ്. അപ്പോൾ എല്ലാ നോൺ സീറോ എലിമെൻറ്റുകളും 7നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. എല്ലാം ഇൻവെർട്ടിബിൾ ആണ്. ഇവിടുത്തെ പോലെ തന്നെയാണ്. ഓൺലി എലമെൻറ്റ്സ് പ്രൈം ടു 6 ഹാവ് ഇൻവേഴ്സ്. 5 ഇസ് പ്രൈം ടു 6. 5ന് ഇൻവേഴ്സ് ഉണ്ട്. ഇവിടെ 7 ഇറ്റ്സെൽഫ് ഇസ് പ്രൈം. അപ്പോൾ എല്ലാ എലിമെൻറ്റുകളും 7നോട് പ്രൈമാണ്, റിലേറ്റീവ്ലി പ്രൈമാണ്. 7 പ്രൈം അല്ലേ? അപ്പോൾ ഇതിൽ എല്ലാ എലിമെൻറ്റുകളും 7നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ എല്ലാ എലിമെൻറ്റുകൾക്കും ഇൻവേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ കൺക്ലൂഷൻസ് ആണ്. വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്ന ചെറിയ ചെറിയ കൺക്ലൂഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രൻസ് ക്ലാസ് മോഡിലോ n കഴിഞ്ഞിട്ട് ഇൻറ്റിജർ ക്ലാസ് മോഡിലോ n കഴിഞ്ഞിട്ട് ഡിവൈസേഴ്സ് ഓഫ് 0 ഓഫ് Zn, ഇൻവേഴ്സസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് Zn, ഇത്രയും കാര്യങ്ങളാണ് പ്രോബ്ലത്തിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. ഡെഫിനിഷൻ ഓർക്കണേക്കാൾ നല്ലത് നിങ്ങൾ ഈ പ്രോബ്ലം
ഇതേപോലത്തെ ഇനി Z5 നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, Z8 ചെയ്ത് നോക്കാം, ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേ പാറ്റേണിൽ Z5, Z8, Z9, Z10, Z11 താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ 2 സാമ്പിളുകൾ ഇവിടെ എടുത്ത് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ, 3-4 കൺക്ലൂഷൻസും ഇതിൽ നിന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.